ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 100 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കേട്ടോ. വീഡിയോ ഇടാനൊക്കെ കുറച്ച് മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 100 ദിവസം കഴിഞ്ഞിട്ട് 101ാമത്തെ ദിവസം എന്തായാലും വീഡിയോ എടുത്ത് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല തലവേദനയൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ബിസി ആയി പോവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് ശനിയാഴ്ചയായിരുന്നു. ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് എൻ്റെ 102ാമത്തെ ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 100 ദിവസമൊക്കെ തട്ടിമുട്ടി എങ്ങനെയൊക്കെയോ ലാസ്റ്റിക്കൊന്നും ഞാൻ എന്താ പറയുക, ഡയറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഡയറ്റൊക്കെ ഭയങ്കരമായിട്ട് വെറുത്ത് പോയൊരവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ വീഡിയോ എടുക്കുന്ന തലേ ദിവസം, അതായത് ശനിയാഴ്ച ഞാൻ മഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കൂടെ കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ സാധാരണത്തെ പോലെ താത്താനെ അരീക്കോട് പിക്ക് ചെയ്തിട്ട് അങ്ങനെ മഞ്ചേരിക്ക് എത്താമെന്നായിരുന്നു ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ താത്ത ഭയങ്കര ബിസി ആയിരുന്നു. ഐറൂനെ ഡോക്ടറെ കാണിക്കാൻ പോണതും നീനൂട്ടിനെ എന്താ പറയുക തിരിച്ച് കോഴിക്കോട് ആക്കി അവളെ ഹോസ്റ്റലിലൊക്കെ ആക്കാനുള്ള ജോലിക്കൊക്കെ പോകാനുള്ള അങ്ങോട്ടേക്ക് ആക്കാനൊക്കെ ഉള്ള തിരക്കിലും ഫുള്ളായിട്ട് എന്തായാലും ഓക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇവിടെ ഭയങ്കര ശോകമുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം കാക്ക ഉണ്ടായിരുന്നില്ല, കാക്കാക്ക് ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നയനും നിലുട്ടനൊക്കെ അങ്ങനെ പോയതായിരുന്നു. പിന്നെ ഞാനും ഉമ്മയും എപ്പം മാത്രം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനുണ്ടോ, വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു നല്ല ലേറ്റ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞാൻ എണീച്ച് വരുന്നാണ്ട് എന്താ പറയുക, പല്ലൊക്കെ തേച്ചതിന് മുഖമൊക്കെ കഴുകിയിരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു ബെല്ലടി. അപ്പോൾ തന്നെ താത്ത വേഗം വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 9:30 ആ ടൈം ആയപ്പോത്തിന് താത്ത വേഗം വന്ന ഉടനെ തന്നെ എനിക്കുള്ള തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പോയി വാങ്ങിയ തുണി കൊണ്ടുള്ള ഓരോ സംഭവങ്ങളാണ് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ അത് ഇട്ടാണ്ടുള്ള വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല. അതൊക്കെ പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് എണീച്ച് വന്നിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എപ്പോൾ ഡയറ്റൊന്നുമില്ല. ഇനി എല്ലാവരും ഞായറാഴ്ച ഭയങ്കര തീറ്റയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ദിവസമാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഞങ്ങൾ ഒരു മാസം ഞങ്ങൾ 4 പേരും കൂടി ഭയങ്കര ഡയറ്റാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് കുറയണത് അവരാണ് വിന്നർ, അവർക്ക് ഇതിൻ്റെ ഗിഫ്റ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് കാക്കയാണ് കേട്ടോ. കാക്ക നല്ല 2 കിലോൻ്റെ അടുത്ത് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഈ മാസം ഭയങ്കര ഉഴപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുകയാണ് ഈ മാസം ചെയ്തത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി തിങ്കളാഴ്ച മുതൽ വീണ്ടും അങ്ങോട്ട് സ്റ്റാർട്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ മാസത്തേത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മാസം എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വെയിറ്റ് ലോസ് ചാലഞ്ചായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല. വല്ലപ്പോഴായിട്ട് വെയിറ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെ അല്ലാണ്ട് വീഡിയോ ഒന്നും എടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എന്താ പറയുക, ദോശയും ചിക്കൻ കറിയും ഉണ്ടാക്കി അടിപൊളി ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് 2 ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ താത്ത എന്താ കഴിക്കണമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ കേക്ക് അവൾ പറഞ്ഞിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ അവൾക്കുള്ള പങ്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് ഈ കേക്ക് കണ്ടപ്പോൾ പിന്നെ ഓക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അത് എടുത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഐറൂട്ടനാണെങ്കിൽ എവിടെയും ഇരിക്കുന്ന ഒരു പ്രകൃതിയേ അല്ല, എല്ലായിടത്തും കയറി വലിഞ്ഞ് ഓരോ അപകടം ഉണ്ടാക്കി തീർക്കും കേട്ടോ. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകൾക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഈ ഒരു ഗേറ്റ് വെച്ചത് നീലൂട്ടന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഓനത് തുറക്കാനും അടക്കാനൊക്കെ നല്ല എയിമാണ് കേട്ടോ. അതുകൊണ്ട് ഓനൊരു കാര്യമില്ല. പക്ഷെ ഐറൂട്ടന് ഇവിടെ വന്നിട്ട് അധികം പരിചയമില്ലാത്തതുകൊണ്ട് ഓനെ ആദ്യമേ സ്റ്റക്കായിട്ടുണ്ട് കേട്ടോ. മുകൾക്ക് കയറാൻ പറ്റാണ്ട് ഇടങ്ങാറായി നിൽക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തം രാജ്യത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് ഞങ്ങളെ റൂമിലോട്ട് എല്ലാവരും വന്ന് എന്താ പറയുക, ഫുൾ അട്ടിമുലട്ടി കിടക്കുന്ന ഒരു സ്പേസാണ് ഞങ്ങളെ റൂം. എത്ര ആൾക്കാരും ഞങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ കിടക്കും. എല്ലാവർക്കും വേറെ റൂമൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടേക്കൊന്നും പോകണ്ട, ഈ ഒരൊറ്റ റൂം മതി കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോന്ന് കളിച്ചും ചിരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നതാണ്. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് പോകണില്ലെന്ന് വിചാരിക്കേണ്ട. അതായത് ഹണിക്ക് കല്യാണമല്ല കേട്ടോ. അപ്പോൾ ഓക്കുള്ള ഫുഡാണ് മെയിനായിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ ഹണി ഇവിടെ ഒറ്റയ്ക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ എല്ലാവരും എടുത്ത് പോകാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. മക്കൾക്കൊക്കെ ഇവിടെ കല്യാണത്തിന് വരാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് എവിടെയെങ്കിലും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കാനും താല്പര്യം. അപ്പോൾ ഞാൻ റെയ്നൂനും ഇതുമൂനും ഹണിക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിർത്തിയിട്ട് അങ്ങനെ ആര്യനെ എടുത്തിട്ട് കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 3 ആളും കൂടി ഒരുമിച്ച് ചിലപ്പോൾ കച്ചറയായിട്ട് ഹണിക്ക് ഐറൂട്ടൻ്റെ കൂടെ നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ബീഫ് ഫ്രൈയും
പിന്നെ മക്കൾക്ക് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾ ആ ബീഫ് ഫ്രൈയും എഗ്ഗും തൈരൊക്കെ മിക്സ് ചെയ്തിട്ട് കൂട്ടി അടിക്കുക കേട്ടോ. അപ്പോൾ ഓളൊരു ജസ്റ്റ് കീറ്റോലാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഓളുടെ ഡയറ്റിൽ. പക്ഷെ അരിഭക്ഷണം ഒന്നും കഴിക്കൂല. അപ്പോൾ അവള് ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒക്കെ നല്ല വെയിറ്റ് ലോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വെയിറ്റ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. 82.90 83 തന്നെ. അപ്പോൾ ഡേ 1 എൻ്റെ വെയിറ്റ് 89.15 ആയിരുന്നു കേട്ടോ. അപ്പോൾ 100 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ 6.25 കിലോഗ്രാം ആണ് കുറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് ഈ മാസം ഒന്നും കുറഞ്ഞിട്ടില്ല. ഞാൻ 82.20 ആയിരുന്നു ഈ മാസം തുടക്കത്തിൽ കേട്ടോ. അപ്പോൾ 700 ഗ്രാം കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഈ മാസം ഒന്ന് പരിഹരിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഈ മാസം ലാസ്റ്റിലേക്ക് എനിക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആയിരുന്നു. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് കുറച്ച് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ആയിരുന്നു, എനിക്ക് ഒട്ടും അടക്കി നിർത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും എന്താ പറയുക, വെയിറ്റൊക്കെ ഒന്ന് 80 കാണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ച മുതൽ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഒരു കാറിൽ തന്നെ കുത്തിക്കൊള്ളിച്ച് പോവാണ് കേട്ടോ. പാർക്കിങ്ങിനെ പേടിച്ചിട്ടാണ്. അവിടെ വലിയ കല്യാണമാണ്. സോ പാർക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒറ്റ കാറിലാണെങ്കിൽ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ ഇതാ അവിടെ എത്താൻ തന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാക്കാക്ക് മുടി വെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിലുട്ടനും മുടി വെട്ടിക്ക് സുന്ദരനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലുട്ടന് മുടി വെട്ടി കഴിഞ്ഞപ്പോൾ നയന വേഗം അവനും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കാക്കാക്ക് മുടി വെട്ടാൻ നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ജനസാഗരം കണ്ടോ, അത്രയും ആൾക്കാരുള്ള പരിപാടിയായിരുന്നു കേട്ടോ. വലിയ പരിപാടിയാണ്, അടിപൊളി പരിപാടിയായിരുന്നു. സ്റ്റേജും ഡെക്കറേഷനൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ടേക്കൊന്ന് സ്റ്റേജിന്റെ ഭാഗത്തേക്ക് അടുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ ചെയ്തത്. താത്ത അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ക്രൗഡ് എന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. എനിക്കിങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ ആമാമ്മമാരാണ് കേട്ടോ. അതായത് ഉപ്പാൻ്റെ അനിയന്മാരെ ഭാര്യമാരാണ് കേട്ടോ. പിന്നെ ആ സാരി ഇറ്റിയത് എൻ്റെ ഉപ്പാൻ്റെ വലിയ പെങ്ങളെ മോളാണ്. അതായത് ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പം പരിചയപ്പെടുത്തി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പർദ്ദ ഇട്ടിട്ട് ഒരു അമ്മാമ്മല്ലേ, ഇത് അവരാണ് ഞങ്ങളെ ഏറ്റവും ചെറിയ അമ്മാമ്മ. അപ്പോൾ അമ്മമാരൊക്കെ പറയുന്നു ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ വന്നുകൂടായിരുന്നു, അടിപൊളി പരിപാടിയായിരുന്നു, പുതിയണ്ണും പുതിയാപ്പിളൊക്കെ സ്റ്റേജിമൊക്കെ കയറുമ്പോൾ അടിപൊളി സംഭവങ്ങളൊക്കെ ആയിരുന്നു, നിങ്ങളെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താൻ സൂപ്പർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. ഏതായാലും അതൊക്കെ ഞങ്ങൾക്ക് മിസ്സായിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ 1:30 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഞങ്ങളവിടുന്ന് ഫുഡ് കഴിച്ചു. ഇത് ഈ ഡെസേർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ ഐസ്ക്രീം എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ട്. പക്ഷെ അങ്ങോട്ടൊക്കെ ഒന്ന് അടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും തിരക്കാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ചെറിയൊരു വയറ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ സ്ഥലത്ത് പോയിട്ട് ബ്രോസ്റ്റൊക്കെ കഴിക്കാൻ കേട്ടോ. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതായിരുന്നു ഈ മാസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടുന്ന ദിവസം ഞങ്ങളിങ്ങനെ എന്താ പറയുക പുറത്ത് പോയിട്ട് ഒരു ബ്രോസ്റ്റൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്യാന്നൊക്കെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ താത്താക്ക് പെട്ടെന്ന് താത്ത ഫുൾ ബിസി ആയിരുന്നല്ലോ, അതുകൊണ്ട് ഓക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അതങ്ങോട്ട് ക്യാൻസലാക്കിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എന്നുള്ള രീതിയിലാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇനി കോഴിക്കോട് ഇന്ന് പോവും വേണം, ഞായറാഴ്ച അല്ലേ, തിങ്കളാഴ്ച സ്കൂളില്ലേ, അപ്പോൾ അതുകൊണ്ട് പോവും വേണം. താത്താക്കാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പുറത്ത് പോയി ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അങ്ങനെ ചെറിയ വയറ് ഒഴിച്ചിട്ട് ഇതാ ഞങ്ങൾ ഫർസേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ അവിടുന്ന് അത്രയും തിരക്കായതുകൊണ്ട് ഞാൻ ആര്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം അവിടുന്ന് കഴിക്കണം, അമ്മ വേറെ വാങ്ങിത്തരാൻ. അപ്പോൾ പുറത്തിങ്ങനെ ഈ എന്താ പറയുക ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് ഹാളിൽ തന്നെ കുറച്ചിങ്ങനെ കേക്കും കസ്റ്റാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വേറെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് അവന് ഈ കേക്കും ക്രീമൊക്കെ ഉള്ള നല്ല ഓനൊരു ചോക്ലേറ്റിൻ്റെ ഇതും ഈ ബട്ടർ സ്കോച്ചിൻ്റെ കസ്റ്റാർഡ് പുഡിങ് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും കൂടിയാണ് ഈ ചെറുത് ഒരു സ്റ്റാർട്ടപ്പ് പോലെ എന്നിട്ട് ഓന അതും കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, യമ്മി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോത്തിന് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ കല്യാണത്തിൻ്റെ അവിടുന്ന് ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സംഭവമായിട്ട് സമാധാനത്തോടെ ഇരുന്ന് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വയറിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞങ്ങൾ ഈ മാസം കുറച്ചതൊക്കെ ഞങ്ങൾക്ക് കൂട്ടണ്ടേ, അതിൽ ഞാനും ഞാനാണെങ്കിൽ ചെറുതായിട്ട് വെയിറ്റ് കൂടുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഒന്ന് ഗംഭീരമാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫർസയ്ക്ക് എത്തിയിട്ടുള്ളത്. ഇനി നാളെ മുതൽ എന്തായാലും സ്ട്രിക്റ്റ് ആക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് ഇത് നടക്കുമെന്നുള്ളത് എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഒരു 2-3 ബിരിയാണി വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് ചെയ്തത്. ചോറാണ് കാക്കയും നായനും ഉമ്മയൊക്കെ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർക്കത് ചോറ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും കാലം ഷുഗർ കട്ടായിരുന്ന കാക്കയും നായനൊക്കെയാണ്
കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഷുഗർ തിന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഓരൊന്നും കഴിക്കാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എല്ലാ ഡയറ്റും പോട്ടെ, പവർ വരട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി തിന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു മാംഗോ ഷേക്കൊക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാംഗോ ഷേക്ക് കുടിച്ചുകൊണ്ട് വയറും കണ്ട് ദമ്മായതുകൊണ്ട് ഞാൻ ഐസ്ക്രീമിലേക്ക് അധികം കിടന്നില്ല. അപ്പോൾ ആര്യനും കാക്കയും അതിനൊക്കെയാണ്. പിന്നെ താത്ത ഇച്ചിരി ആര്യൻ്റെ കഴിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചത്. അങ്ങനെ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇനി നാളെ തൊട്ട് ഡയറ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേരാണല്ലോ ഡയറ്റ്. പക്ഷെ അണിക്കൊന്നും വരാൻ പറ്റിയില്ല. പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഓൾ അങ്ങനെ കഴിക്കൊന്നുമില്ല കേട്ടോ. ഓൾ ഭയങ്കര സ്ട്രിക്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഓൾ നോർമൽ വെയിറ്റ് എത്തിക്കണം എന്നുള്ളൊരു വാശിയിലാണ് കേട്ടോ. അതങ്ങനെ ഓക്കെങ്കിലും നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. അങ്ങനെന്താ പിന്നെ വേഗം വീട്ടിലെത്തി. എനിക്കൊരു 3 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. എന്നാലൊരു 5 മണിക്കെങ്കിലും എനിക്ക് വേഗം അവിടെ കോഴിക്കോട് എത്താൻ പറ്റുള്ളൂ. അവിടെ എനിക്ക് 6 മണിക്ക് ഞങ്ങൾ സിനിമക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സുജി. അപ്പോൾ ഞാനൊരു 5 മണിയാകുമ്പോൾ സാധാരണ ഇങ്ങനെ പോകുമ്പോൾ ഞായറാഴ്ച പോകുമ്പോൾ എത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെ നിങ്ങൾ ബുക്ക് ചെയ്തോളി 6 മണിക്കല്ലേ എന്നൊക്കെ, ഞാൻ 5 മണിയാകുമ്പോൾ എത്തും കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ച് എത്തി ഒക്കെ ആയപ്പോൾ തന്നെ 3:15 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ഒക്കെ പാക്ക് ചെയ്ത് കാർ കയറ്റിയപ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കാക്കയാണല്ലോ ഇന്ന് ഈ പ്രാവശ്യത്തെ ഞങ്ങൾ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ വിന്നറായിട്ടുള്ളത്. അപ്പോൾ അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ഞാനും താത്തയും കൂടി അവനൊരു ഷർട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓന് അത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കിട്ടിയപ്പോൾ ശരിക്കും സർപ്രൈസ് ആയിട്ട് ആ മുഖം അതിൽ കാണാം കേട്ടോ. അങ്ങനെ സർപ്രൈസ് ആകുമ്പോൾ നമുക്ക് വലുത് ചേർത്തൊന്നുമില്ലല്ലോ. എന്ത് സാധനം കിട്ടിയാലും നമുക്ക് സന്തോഷം തന്നെയാണല്ലേ. സർപ്രൈസ് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. ഞങ്ങൾ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ വിന്നർ ആയാൽ എല്ലാവരും 100 രൂപ അങ്ങനെ അക്കൗണ്ടിലേക്ക് അയക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതൊന്നും പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഞങ്ങൾ ചെറിയൊരു എമൗണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ആരും അങ്ങനെ, ഞാനും അതിനൊന്നും വെയിറ്റ് കുറയാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, ഈ മാസം വെയിറ്റ് ലോസിൻ്റെ വിന്നർ ആവണവർക്ക് 200 രൂപ ആണ് ഓരോരുത്തർ തരേണ്ടതെന്നൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യം 200 രൂപ എനിക്ക് കിട്ടും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഞാനും എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഈ മാസം അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ മാസം 1-ാം തീയതി മുതലല്ല കേട്ടോ, 4-ാം തീയതി മുതലാണ്. അടുത്ത മാസം ഒരു 4-5 വരെ, അതായത് 6-ാം തീയതി നയനുവിൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതുവരെയുള്ള ഒരു വെയിറ്റ് ലോസ് ആണ് ഇനിയുള്ളത്. അപ്പോൾ അതാ കാക്ക ഡ്രസ്സ് ഇട്ട് നോക്കുകയാണ് കേട്ടോ. ഓന് പക്ഷെ നല്ല ലൂസ് ഉണ്ട്. അപ്പോൾ ഇനിയും കുറക്കണം എന്നാണല്ലോ ഓൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ കറക്റ്റ് ഫിറ്റുള്ള തന്നെ എടുക്കണം ഉള്ളതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യാണ് കേട്ടോ. ഓന് ഓക്കെ ആയിരുന്നു, ഇത് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പിന്നെ ഓന് ഇനിയും വെയിറ്റ് കുറക്കുമ്പോൾ ഇതിപ്പോൾ തന്നെ ലൂസാണെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഇത് റിട്ടേൺ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത നെക്സ്റ്റ് എന്താ പറയുക ചെറിയ സൈസ് എടുക്കുക എന്നുള്ളൊരു രീതിയിൽ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഓന് ആ ഷർട്ടൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ, കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക സർപ്രൈസ് സന്തോഷമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അങ്ങോട്ട് ഷടപടാന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 5 മണിയാകുമ്പോൾ അവിടെ എത്തണം. ഇവിടുന്ന് ഒരു 3:45 ആയിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെ ആയാലും ഞാൻ 5 മണിയാകുമ്പോൾ അവിടെ എത്തൂല. അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനൊക്കെ വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. വേഗം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ താത്താൻ്റെ വീടിൻ്റെ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ വരെ വന്നിട്ട് ഞാൻ സാധാരണ എന്താ പറയുക വീട്ടിൽ കയറാണ്ട പോലൊന്നുമില്ല കേട്ടോ. പക്ഷെ എനിക്ക് അതിനൊന്നും ഒരു ടൈമില്ല. സുജി വിളിക്കുന്നുണ്ട് കേട്ടോ, വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇനി വെറുതെ അവിടെ ഇവിടെ നിന്നിട്ട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അവിടുന്ന് പോയി. ഇവിടെ എത്തിയ പാട് തന്നെ വേഗം ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് വാരി ഇറങ്ങുകയാണ് കേട്ടോ. കാരണം ഞാൻ 5:30 ആയിട്ടുണ്ട് ഇവിടെ എത്താൻ തന്നെ. ഇനി ഇവിടുന്ന് ഒന്ന് ഡ്രസ്സ് മാറി ഇറങ്ങുമ്പോൾ തന്നെ അറിയില്ലേ, കറക്റ്റ് 6 മണിക്കാണ്. 6 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷേ 6:15 കേട്ടോ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു സമാധാനത്തിലൊക്കെ പടത്തിൽ കയറാൻ പറ്റി. എല്ലാം കൂടെ ഒരു ഷടപടേ എന്നുള്ളൊരു വേഗത്തിലായിരുന്നു കേട്ടോ. ഇവിടെ എത്തി എന്നുള്ളത് എല്ലാവരും വിളിച്ചു പറയാനുള്ള ഒരു സമയം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു എന്താ പറയുക, ഒക്കെ ഒരു ഭയങ്കര ഹെക്റ്റിക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഉമ്മയൊക്കെ വിളിച്ച് ചോദിച്ചു, ഈ എത്തിയില്ലേ, സേഫ് അല്ലേ എന്നൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ആണുമ്മ, ഞാൻ ഇവിടുന്ന് തിരക്കായതുകൊണ്ട് കേട്ടോ, ഞാൻ വിളിക്കില്ല കേട്ടോ, ഇനി പടം കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. കുറേ കാലമായിട്ടും ഞങ്ങൾ സിനിമക്കൊക്കെ പോയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഏതാ എൻ്റെ ഓർമ്മയിൽ പടയോട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ. കുറേ ആയി. അല്ലെങ്കിൽ സാധാരണ എല്ലാ ആഴ്ചയും പറഞ്ഞ പോലെ ഞങ്ങൾ
പോണതാണ് കേട്ടോ. ഇപ്പോൾ മിനിമം ഒരു 2 മാസം എങ്ങാനുമായി ഞങ്ങളൊരു പടത്തിന് കയറിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. വന്ന പാടിന് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് 6:15 അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾക്ക് ഞം അടിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കേട്ടോ. എവിടെ പോയാലും ഞം മുഖ്യം ബിഗില്. അപ്പോൾ പോപ്കോണും പിന്നെ സുജി ഐസ്ക്രീമായിട്ട് വാങ്ങിയത്. പക്ഷേ ഐസ്ക്രീമൊക്കെ വാങ്ങിയത് സുജി മാത്രമായിട്ട് കഴിക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഞാനും അതിന് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതിയോളം ഞാനാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ പോപ്കോണും പിന്നെ മക്കൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ കൈയിട്ട് വാരി ഞാനെല്ലാം തിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് സിനിമക്കാണ് വന്നതെന്ന് ചോദിച്ചാൽ സുമതി വളവാണ് കേട്ടോ. ചെറുതായിട്ടൊരു ഹൊററൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഹൊറർ ഭയങ്കര പേടിയാണ്, എന്നാലും വലിയ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാൻ നല്ല സിനിമയായിട്ട് തോന്നി കേട്ടോ. വീട്ടിലൊക്കെ ആരും ഹൊറർ വെച്ചാലും ഞാൻ ഇരുന്ന് കാണൂല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ്. കാണാനൊക്കെ കാണും, പക്ഷെ കാണുന്നത് കണ്ണ് പൊത്തിയിട്ടും എന്താ പറയുക പുതപ്പിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടൊക്കെ ഞാൻ ഭയങ്കര പേടിയാട്ടോ എനിക്ക്. അപ്പോൾ അത് ഏതായാലും ഞാൻ സുജിൻ്റെ കൈയൊക്കെ നെക്കി പിടിച്ച് ആ പടം കണ്ട് തീർത്തിട്ടുണ്ട് കേട്ടോ. അതിന് മാത്രം പേടിയുണ്ടോ ചോദിച്ചാൽ ആ സിനിമയിൽ അങ്ങനത്തെ അതിന് മാത്രം കാണിച്ചാൽ അങ്ങനെ പേടിപ്പിക്കണമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് പേടിയായതുകൊണ്ട് അങ്ങനെ കേട്ടോ. പിന്നെ അത് വെച്ചിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇരിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, പോയി ഉറങ്ങില്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കുള്ള പണി ഇവിടെ കണ്ടോ. റെയിൻ ഇപ്പോഴാണ് പറഞ്ഞത് ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, ക്വിറ്റ് ഇന്ത്യനെ കുറിച്ചും ഇൻഡിപെൻഡൻസ് ഡേനെ കുറിച്ചും 2 പോസ്റ്റർ ഉണ്ടാക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. ഞാൻ ആ ശനിയാഴ്ചയൊക്കെ ഇന്നലെയൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു. താത്ത ആരും ഇല്ലാത്തതുകൊണ്ട് ആ ടൈമിലൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ മഞ്ചേരിയിൽ തന്നെ ഒക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കി വെക്കായിരുന്നു. എന്നിട്ട് ഈ ഒരു ടൈമിലാവും പറയണത്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ വരച്ചതാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വരക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല. എൻ്റെ ഉപ്പ ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഉപ്പാൻ്റെ കുറച്ചെങ്കിലും കഴിവ് കിട്ടിയിട്ടുള്ളത് താത്താക്ക് മാത്രമാണ് കേട്ടോ. എനിക്ക് അത്ര ഒരു കഴിവില്ല. ഏതായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോന് ഗാന്ധിജീനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഗാന്ധിജീൻ്റെ കോലം കണ്ടില്ലേ. അപ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ഇനി ഉറങ്ങിയില്ലെങ്കിൽ ഇന്നെ എടുക്കാനുണ്ടാവില്ല, നാളെ ഞാൻ എണീക്കലുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.